ഹായ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അവിയലാണ്. ഇതിന് വേണ്ട ചേരുവകൾ: കുമ്പളങ്ങ, മത്തൻ, ക്യാരറ്റ്, കയ്പ്പയ്ക്ക, പയർ, ചേന, നേന്ത്രക്കായ, മുരിങ്ങക്കായ തുടങ്ങിയവ ഒരു വിരൽ നീളത്തിൽ മുറിച്ച് കഷ്ണങ്ങളാക്കി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ട് തിരുമ്മി അടുപ്പത്ത് വയ്ക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ഇട്ടാൽ മതി. അതിന് ശേഷം ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കാം. നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടുപ്പത്ത് വയ്ക്കുക. അതിന് ശേഷം ഗ്യാസ് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിന് ഒരു മുറി നാളികേരമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, ഒരു 3-4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുക. വരയാൻ പാടില്ല, ചതച്ച് എടുക്കാനേ പറ്റുള്ളൂ. അത് മിക്സിയിലിട്ടിട്ട് ചതച്ചെടുക്കാം. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ ഇത്ര ചതച്ചെടുക്കാനേ പറ്റുള്ളൂ. അതിന് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് അത് വേവിക്കാൻ വെച്ചത്. ഇത് അടച്ച് വെച്ച് വേവിക്കുമ്പോൾ അതിനിറങ്ങിയ വെള്ളത്തിൽ തന്നെ കിടന്ന് വേവുകയാണ് ചെയ്യുക. ഒന്ന് വാടി കഴിയുമ്പോൾ കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് എടുക്കുന്നതാണ് നല്ലത്. അവിയലിന് ഒരു ചെറിയ പുളിയെ പാടുള്ളൂ. തൈര് ഒഴിച്ച ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പച്ചക്കറി ഒന്ന് വാടാനേ പറ്റുള്ളൂ, നല്ലോണം വേവരുത്. അപ്പോൾ അതൊന്ന് തൈര് ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഒരു പൊട്ട് ശർക്കര ചേർക്കാം. അത് പുളിയൊക്കെ അധികം ഉണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശർക്കര ചേർക്കുന്നത്. ശർക്കര ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ അരപ്പ് ചേർക്കുകയാണ്. നന്നായിട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഒരു 2-3 മിനിറ്റ് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ അവിയൽ റെഡിയായി. ഇനി ലാസ്റ്റിലേക്ക് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത് അടച്ച് വയ്ക്കുക. സ്റ്റൗ ഓഫ് ചെയ്യണം. ഇനി വെന്ത് കഴിഞ്ഞാൽ ഉടഞ്ഞു പോവുള്ളൂ. ഇപ്പോൾ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ചോറിൻ്റെ കൂടെയാണ് കഴിക്കാനെടുത്തിട്ടുള്ള അവിയൽ. ഇതിൻ്റെ കൂടെ വേറെ കറികളൊന്നും വേണ്ട. ഇതിനും ചോറും അവിയലും മാത്രം നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. എളുപ്പമാണ്, നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. താങ്ക് യു. ഇനി മറ്റൊരു വിഭവവുമായി കാണാം. ബൈ, സീ യു, ടാറ്റ.